വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ഒരു വിശ്വാസി സുഖമില്ലാത്ത അവസരത്തിൽ, പ്രയാസം നേരിടുന്ന അവസരത്തിൽ സഭയിലെ കൈശിഷ്യന്മാരെ അഥവാ മൂപ്പന്മാരെ അഥവാ വൈദികരെ വിളിക്കട്ടെ, മൂപ്പന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, അവരുടെ തലയിൽ തൈലം പൂശട്ടെ എന്ന് വ്യക്തമായ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് തൈലാഭിഷേക ശുശ്രൂഷ സഭ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പ്രാർത്ഥനകൾ ഇന്ന് നാം തൈലാഭിഷേക ശുശ്രൂഷയിൽ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ പ്രാർത്ഥനകളും ഈ ശുശ്രൂഷകളും മറ്റെല്ലാ കാര്യങ്ങളും ആരാണോ തൈലാഭിഷേകം സ്വീകരിക്കുന്നത് ആ വ്യക്തികൾ രോഗത്തു നിന്ന് മുക്തരായിട്ട് അവരെ കൂടുതൽ ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് ദൈവ തിരുനാമത്തിന് വേണ്ടി അവർ അധികം കാലം ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും തക്കവണ്ണമാണ് തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതനുസരിച്ചാണ് ഇന്ന് ഈ പ്രിയപ്പെട്ട അപ്പച്ചനും അമ്മച്ചിക്കും തൈലാഭിഷേക ശുശ്രൂഷ നടത്തുന്നത്. ഇവര് നമുക്കറിയാം, ദേവാലയത്തിലെ ഇടവകയുമായിട്ട് അല്ലെങ്കിൽ സഭയുമായിട്ട് എത്രമാത്രം ബന്ധമുള്ള ആൾക്കാരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഞായറാഴ്ചകളും ദേവാലയത്തിൽ വരികയും വിശുദ്ധ കുർബാന സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കും. അതുപോലെ തന്നെ അച്ഛനാണെങ്കിൽ വിശുദ്ധ മദ്ബഹായ ശുശ്രൂഷിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആ ഒരു തരത്തിൽ ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഇവര് ഇനിയുള്ള കാലഘട്ടത്തിലും ആരോഗ്യത്തോടുകൂടി എഴുന്നേറ്റ് ദൈവതിരുനാമത്തിന് വേണ്ടി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇടയാകണം എന്നതാണ് ഈ തൈലാഭിഷേക ശുശ്രൂഷ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധമാവ് നൽകി ഇവർക്ക് ആവശ്യമായ ശക്തിയും പ്രഭാവവും എല്ലാം നൽകി ഇവരെ അനുഗ്രഹിച്ച് കൂടുതൽ ആരോഗ്യത്തോടെ എഴുന്നേറ്റ് വരുവാനും അതുപോലെ തന്നെ തിരുനാമത്തിന് വേണ്ടി ഒരുപാട് ജീവിക്കാൻ നിർത്തണം ഇവർക്ക് ഇടയാകട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. ഇപ്പോൾ തൈലാഭിഷേക ശുശ്രൂഷ നടത്തുകയാണ്. ബഹുമാനപ്പെട്ട സന്ദേശനും അതുപോലെ മറ്റ് അച്ഛന്മാരും നേതൃത്വം കൊടുക്കുന്നതായിരിക്കുന്ന കാര്യം പ്രത്യേകിച്ച് പറഞ്ഞു. ിരിക്കുന്നവരെ കൃപയോടെ ദർശിക്കുകയും രോഗികളെ കരുണയോടെ സുഖപ്പെടുത്തുകയും ദുഃഖത്തിനെ ദയാപൂർവ്വം ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ദാഹിച്ചും മലഞ്ഞും നിന്റെ കരുണയ്ക്കും ദൈവനും വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന സകല ആത്മാക്കൾക്കും പ്രത്യേകാൽ
രോഗിയായിരിക്കുന്ന ഇതിന്റെ മക്കൾക്കും പരിശുദ്ധാത്മാവ നിന്നെ സ്വതന്ത്രം ചെയ്യുവാൻ ശരീര സ്വസ്ഥത നൽകുവാൻ ഇവർക്ക് കൃപ നൽകണമേ. പശു ശാസിച്ചിടരുതന്നെ നാദാകാലേലൂയ. ക്രോധത്താൽ എന്നെ ശിക്ഷിച്ചിടരുതേ. എന്നോട് കൃപ ചെയ്യുക നാദാകാലേലൂയ. എന്നസ്തികൾ ഇളകി നൽകുക സൗഖ്യം. ഏറ്റവും സംഭ്രമൂഹാലേലൂയ. കർത്താവേ താമസമരുതേ. ആത്മത്തെ ഹാലേലൂയ. നിൻ കൃപയാൽ എന്നെ രക്ഷിക്കാമോ. തിരുമുമ്പാകെ ഞാൻ ചൊന്നേക്കുന്നേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും പോഷയും മാഞ്ഞുപോകുന്നില്ലാത്ത നല്ല ഉന്നതയും സദായിപ്പോഴും ഇടപെടാതെ കരയിച്ചുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ബലഹീനാത്മാക്കളെ ദർശിക്കുന്നവനും രഹസ്യങ്ങളെ പരിശോധിക്കുന്നവനും ഉത്തമയാചനകൾക്ക് ഉത്തരം നൽകുന്നവനും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ദുഃഖിച്ചിരിക്കുന്നവർക്ക് മനോധൈര്യവും കൊടുക്കുന്നവനും ബലഹീനന്മാരെ താങ്ങുകയും രോഗികൾക്ക് സ്വസ്ഥത നൽകുകയും ചെയ്യുന്നവനും അനുദപിക്കുന്നവരെ ശിക്ഷപ്പെടുത്തി സ്വീകരിക്കുകയും മരിച്ചവരെ വേർപ്പിക്കുകയും ചെയ്യുന്നവരുമായ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടിയും സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളുടെ ബലഹീന മധ്യസ്ഥ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി നിന്നോട് കടങ്ങളുടെ പരിഹാരവും പാപമോചനവും ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ ദാസരുടെ തൈലാഭിഷേക ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ചെയ്യുന്നോടിരിക്കുന്ന ആ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനം ആരാധനയും യോഗ്യമാകുന്നു. സാക്ഷാൽ ഉത്തമവൈദ്യനും ആത്മശരീരങ്ങളുടെ രഹസ്യവും പരസ്യവുമായ എല്ലാ വേദനകളും തനിക്ക് ലഘുവും പ്രയാസമേറിയ രഹസ്യ പരസ്യങ്ങളെല്ലാം തനിക്ക് നിഷ്പ്രയാസവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, ബലഹീനതയെ സ്ഥിതി ചെയ്യുന്നവരും രോഗത്തിൽ വീണിരിക്കുന്നവരും നിന്റെ കരുണയിൽ അഭയം തേടുന്നവരും നിന്റെ വരങ്ങളാകുന്ന സഹായത്തിനെ നോക്കി പാർക്കുന്നവരുമായ ഈ ദാസർക്ക് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മധ്യസ്ഥം മൂലം കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രോഗത്തിന് ആശ്വാസവും അവയവങ്ങൾക്ക് സ്വസ്ഥതയും നൽകണമേ. ഇപ്പോൾ നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, നീ ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും പാപികൾക്ക് മോചനം നൽകുന്നവനും അനുതാപികളുടെ സഹായി പ്രയാസത്തിലിരിക്കുന്നവരുടെ ശക്തിയും സകല വിശ്വാസികൾക്കും അഭയസ്ഥാനവുമാകുന്നുവല്ലോ. ഇവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്യണമേ. ഈ നിന്റെ മക്കളുടെ വേദനകൾ ശമിപ്പിക്കുകയും രോഗത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഇവരുടെ പനിയെ ശമിപ്പിക്കുകയും അരിഷ്ടതകളെ നീക്കിക്കളയുകയും ചെയ്യണമേ. ഇവരുടെ ബലഹീനതയ്ക്ക് നീ താങ്ങായിരിക്കണമേ. പരിശോധനയിൽ ഇവർക്ക് ശക്തി നൽകണമേ. ഇവരുടെ മ്ലാനതയെ മാറ്റി അവരുടെ സുഖാക്തികൾ നിങ്ങൾ സന്തോഷിപ്പിക്കണമേ. ഇവർ എഴുന്നേറ്റ് നിന്റെ കൃപകൾക്കും സഹായങ്ങൾക്കും നിന്റെ സ്തോത്രം ചെയ്യുവാനിടയാകണമേ. എന്തെന്നാൽ നീ ഉത്തമനും ദയാലും കാരുണ്യവാനും കൃപയുള്ളവനും ആത്മശരീരങ്ങളുടെ യഥാർത്ഥ വൈദ്യനുമാകുന്നുവല്ലോ. പിതാവാം ദൈവമേ, നിനക്കും നിന്റെ ഏകപുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ഞാൻ നിൻ കൃപയുടെ കാടലിൽ നോക്കുന്നേ എൻ കടമേറി പാപം പേരുതായി നിൻ സോപായെന്നെ പൂശി എന്നിൽ നീരാ വെണ്ണയഴാൻ കേടുന്നേ നിൻ ജനകസ്നേഹ എൻ വൈരി
അനുതാപമെഴും പാതകയിൽ ദൂതസമൂഹം മോദിച്ചോദട്ടെ പശ്ചാത്താപമിയെന്നോരെ രാപകൽ വാതിൽ തുറന്നേറ്റും ഹല്ലേലൂയ നാഥൻ വാഴ്വോടെയോ പാപികളെ സുവിശേഷത്തെ ജീവൻ നേടുവിനെന്നോതും രക്ഷകനാഥം കർണാനന്ദകരം ഞാൻ മരുഭൂമിയിലാത്മീയം പാനീയവുമോരിൻ മഴയും പാലും ചൊരിയും സാക്ഷാൽ കർഷകന നുകരട്ടെ നികടം പോകി ദാഹാർത്തന്മാ ജീവജലം ഹല്ലേലൂയ പാപവിമുക്തി പാപത്തിൽ നാദസംഗതിയാക്കരുതേ അർപ്പിക്കുന്നേ ഹിതകരമാഷം ആടോ മാടോ ചെങ്ങാലി പ്രാവോ പ്രാവേ കുഞ്ഞോ ഞാൻ അർപ്പിക്കുന്നിൽ അയ്യോ മുമ്പിൽ ശിവനോട് ഭവനം പൂണ്ട പാവിനി പോൽ ഞാൻ അർപ്പിക്കും ബാഷ്പകടം കണ്ടെന്നൊടുക തവജനക സ്നേഹം മാതാ മറിയാമിൻ പ്രാർത്ഥനയ ഹല്ലേലൂയ നീക്കണമെൻ പേരുകൾ ഇവർക്ക് സഹായം നൽകണമേ ഇവരുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ ഇവർ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തോത്രം ചെയ്ത് വന്ദിക്കത്തക്കവണ്ണം നിന്റെ മഹാകരുണയാലും ദയാലും ഉത്തമമായ അടയാളം ഇവർക്ക് കാണിച്ചു കൊടുക്കണമേ കൈക്കൊള്ളും ഭാഗ്യമിതറിയിച്ചു സ്വർഗമഹാരാജ്യം പ്രാർത്ഥിക്കട്ടെ, സന്തോഷിക്കുന്നെങ്കിൽ സങ്കീർത്തനം പാടട്ടെ, രോഗിയായിരിക്കുന്നെങ്കിൽ സഭയിലെ കാശിഷ്യന്മാരെ വിളിക്കട്ടെ. അവർ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ നാമത്തിൽ തൈലം പൂശുകയും ചെയ്യട്ടെ. വിശ്വാസപൂർവമായ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തുന്നു. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കുന്നു. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിനായിട്ട് പരസ്പരം കുറ്റങ്ങളെ ഏറ്റു പറയുകയും ഒരുവൻ മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. എന്തെന്നാൽ നീതിമാന്റെ പ്രാർത്ഥനയുടെ ശക്തി വലിയതാകുന്നു. ഹബീബായി പറക്കുമോ നിങ്ങളെ വാനവരെങ്കിലുമാതൂരൻ താരേക്കും സഭയിൽ ശാപം പലതരമുപദേശങ്ങളവും പാരി തുളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കാലം സമയമാകുന്നു. ഇത് എന്നാൽ നമ്മുടെ രക്ഷ വിശ്വസകാലത്തെക്കാൾ കൂടുതലായി ഇപ്പോൾ അടുത്ത് ഇരിക്കുന്നു.
രാത്രി കഴിഞ്ഞുപോയി പകൽ സമീപിച്ചു. ആകയാൽ നാം അന്ധകാര കർമ്മങ്ങളെ കണ്ടെത്തുന്ന നീക്കിയിട്ട് പ്രകാശത്തിന്റെ ആയുധത്തെ ധരിപ്പിക്കണം. പകൽ സമയത്ത് എന്നപോലെ നാം മര്യാദ വർത്തിക്കണം. പരിക്കോത്ത് മദ്യപാനം വീതവേഴ്ച വിഷയാസത്തെ കലഹം അസൂയ ഇവയൊന്നും മരുത്. പിന്നെയോ നമ്മുടെ കർത്താവായ യേശുമിശിഹായെ ധരിച്ചേ കൊള്ളി. ദുർബോധങ്ങളിലേക്ക് നീക്കുന്ന ഗുണം ജഡത്തെ പറ്റി ചിന്തിക്കരുത്. ആഹാ ണമെന്റെ ദൈവത്തിന്റെ ജീവനുള്ളവരെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾ പുറജാതികളുടെ വഴിയെ സഞ്ചരിക്കരുത്. സമരിയുടെ നഗരത്തിൽ പ്രവേശിക്കരുത്. പ്രധാനമായി പോകേണ്ടത് ഇസ്രായേൽ കുലത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അടുക്കിലേക്കാണ്. നിങ്ങൾ പോകുമ്പോൾ സകരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് ഉദ്ഘോഷിച്ചുകൊള്ളി. രോഗികളെ സുഖപ്പെടുത്തുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും മരിച്ചവരെ ഉയർത്തുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും വില കൂടാതെ നിങ്ങൾക്ക് കിട്ടി, വില കൂടാതെ നിങ്ങൾ കൊടുക്കുകയും നിങ്ങൾ പൊന്നും വെള്ളിയും മടിശീലകളിൽ കാശും സമ്പാദിക്കരുത്. യാത്രയ്ക്ക് പാഠമോ കണ്ടുടുപ്പോ ചെരുപ്പുകളോ വടിയോ കരുതരുത്. എന്തെന്നാൽ വേലക്കാരൻ വൃക്ഷത്തിന് അർഹരാകുന്ന കൽപ്പിച്ചവളി ചെയ്തു. ബാക്കിമോ ോഗത്തിലോ സ്നേഹത്താനിയാത്മത്തെ നീ താങ്ങിടേണം. സൗഖ്യം പ്രാപിച്ചോളന്നോണം വെളിവായി നിന്നെ സുവിശേഷിപ്പാനി ആത്മത്തെ ദർശിക്കണം. രോഗം പോലാത്മത്തെ പാപം ചുറ്റി സൗഖ്യം നേടാൻ ഔഷധദാനം ചെയ്യുക വൈദ്യ. വേശ്യയ്ക്കൊപ്പം പാപം വർദ്ധിച്ചോരാത്മത്തെ കാത്തിടണം വിജ്ഞാനി ഔഷധമേ. വേദന നീങ്ങി പാനം വൈര്യം സംപ്രാപിച്ചു. ആത്മാവങ്ങേയൻ കർത്താവെ സ്തോത്രം ചെയ്യും. നൽവൈദ്യകാരുണ്യാബ്ദേ നിന്നെ വിട്ടോനാതെന്നും മൃഗായ്ക്കും സ്തോത്രം കൃപ ചെയ്യണം. ദേവാദേവ ഉത്തരമരുളി കാരുണ്യം ചെയ്ടണം. മനുജാത്മാക്കൾ അനുതാപം സാക്ഷാത്മ വൈദ്യനും ദേശീയവും മത്സ്യവുമായ സകലവേദനകളും തനിക്ക് ലഘുവായിരിക്കുന്ന ദൈവമായ കർത്താവേ, രോഗത്തിൽ കിടക്കുന്നവരും നിത്യദേവത അഭയത്തോടുന്നവരും രോഗത്തിന് ആശ്വാസവും അവയങ്ങൾക്ക് സ്വസ്ഥയും നിന്റെ കരുണയോടെ യാചിക്കുന്നവരുമായ ഈ നിത്യദാസക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാര്യനിവാനായ ദൈവം തമ്പുരാനെ, ഇവർ എഴുന്നേറ്റു നിന്റെ കരുണകൾക്കായി നിന്നെയും നിന്റെ പിതാവിനെയും ജീവൻ നൽകുന്ന വിശുദ്ധായി സ്തോത്രം ചെയ്യത്തക്ക വേണം. ഇവരുടെ വേദനകളെ തടയുകയും രോഗത്തെ സുഖപ്പെടുത്തുകയും ജനങ്ങളെ കെടുത്തിക്കളയുകയും ചെയ്യണമേ. സഹായപൂർണവുമായ അവിടുത്തെ വർദ്ധിക സ്നേഹപൂർവ്വം ഇതിന്റെ മക്കളെ ആസ്വദിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ബലഹീനമായ കൈത്തിരുനാമത്തിൽ ഇതിന്റെ മക്കളുടെ മേൽ ഞങ്ങൾ വയ്ക്കുന്നു. കർത്താവേ, ഇതിന്റെ കരുണ മനുഷ്യ സ്നേഹവും മൂലം ഈ മക്കളെ ദർശിക്കണമേ. നിന്റെ കരുണ ഇവരിലൊഴുക്കണമേ. ഇവരുടെ ബലഹീനതയിൽ നിന്റെ
കൃപ വർഷിപ്പിക്കണമേ. നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യാശ കൊണ്ടും സത്യം കൊണ്ടും ഇതിന്റെ മക്കളെ അരകെട്ടിക്കണമേ. എല്ലാവിധ വേദനകളും രോഗങ്ങളും കഠിനശിക്ഷകളും ശക്തിയിൽ കവിഞ്ഞ പരീക്ഷകളും ഇവരിൽ നിന്ന് നീക്കിക്കളയണമേ. തിരസ്നേഹമുള്ള യഥാർത്ഥമായ ശക്തി ഇവർക്ക് നൽകണമേ. നിന്റെ രക്ഷയാൽ ഇവരുടെ മാനതയെ നീക്കി സന്തോഷിപ്പിക്കണമേ. ഇവർ യോഗ്യമായ തിരസ്നേഹ നിലകൊണ്ട് നിന്റെ കൃപയെ മുടക്കം കൂടാതെ സ്തോത്രം ചെയ്യുകയും നിന്റെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. മോറൻ വാലോ ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടാതെ മറുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള കടങ്ങളും പാപം ക്ഷമിക്കപ്പെടുകയും സകല ദുർവികാരങ്ങളും വൈശാചിക വ്യാപാരങ്ങൾ നിന്നിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടാതെ മറുകൂടാതെയും ചെയ്തു പോയിട്ടുള്ള നിന്റെ സകല കടങ്ങളും പാപം ക്ഷമിക്കപ്പെടുകയും സകല ദുർവികാരങ്ങളും വൈശാചിക വ്യാപാരങ്ങൾ നിന്നിൽ നിന്ന് മായ്ക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. ശുദ്ധീകരിക്കപ്പെടുകയും മനസ്സോടാതെ മറുകൂടാതെ ചെയ്തു പോയിട്ടുള്ള നിന്റെ സകല കടങ്ങളും പാവം ക്ഷമിക്കപ്പെടുകയും ദുർവികാരം വൈശാഖ്യം വായിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ. കണ്ണുകൊണ്ട് നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകലപാപങ്ങളും തെറ്റുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കട്ടെ. ഈ വിശുദ്ധ തൈലത്തിന്റെ കരുണ മൂലം മൂക്കൊണ്ട് നിങ്ങൾ ചെയ്തുപോലുള്ള സകലപാപങ്ങളും തെറ്റുകൊണ്ട് നിങ്ങളോട് ക്ഷമിക്കട്ടെ. മൂലം വായുകളോട് നിങ്ങൾ ചെയ്തുപോലുള്ള സകലപാപങ്ങളും തെറ്റുകളും ദൈവം തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ. മൂലം ചെവികൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള സകലപാപങ്ങളും തെറ്റുകളും ദൈവം തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ. മൂലം കൈകൾ കൊണ്ട് നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും ദൈവം തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള തൈലം കൊണ്ട് കാലുകൾ കൊണ്ട് നീ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ദൈവം തെറ്റുകളും ദൈവം തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള വിശുദ്ധ നാമത്തിൽ ഈ വിശുദ്ധയിലും നല്ല കരണം മൂലം ജനനേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും ദൈവം തമ്പുരാൻ നിങ്ങളോട് ക്ഷമിക്കട്ടെ. ദൈവത്തിന്റെ ഏകപുത്രനും
പിതാവിനോട് സമത്വമുള്ളവനും മരണത്തെ ജയിപ്പിക്കുന്ന കർത്താവും അപമാനത്തിലെ സ്തുതിയുടെ രാജമഹൽ നിങ്ങളെ വിശ്വാസികളായ അതുപോലെ തന്നെ ഈ തൈലാഭിഷേക ശുശ്രൂഷയെ അന്ത്യകുദാശ എന്നൊക്കെ പണ്ടുള്ള കാലങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ അന്ത്യകുദാശയല്ല, എപ്പോൾ ഏത് സമയത്തും ഒരാൾ യോഗശീലാകുമ്പോൾ അവരുടെ വിശ്വാസത്തോടെ നടപ്പാകുന്ന തൈലാഭിഷേക ശുശ്രൂഷ എഴുതിയ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശുശ്രൂഷ നടത്തിയത്. തീർച്ചയായും കൂടുതൽ ആരോഗ്യത്തോടുകൂടി തമ്പുരാൻ ഈ മാതാപിതാക്കൾക്ക് മുൻപോട്ട് ജീവിതാന്ത്യം വരെ ജീവിക്കുവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയാർന്ന എല്ലാവരോടുള്ള മുന്നീ സ്നേഹവും ഈ കുടുംബത്തിൻ്റെ പേരിൽ കൃത്യമായിട്ട്